മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിൽ മക്കൾ മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നല്ല കുടുംബങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നൊരു നമുക്ക് നല്ലൊരു കുടുംബം നമ്മുടെ മുമ്പിലുണ്ട്. തലശ്ശേരി അതിരൂപതയിലെ തേർമല സെന്റ് മേരീസ് പള്ളി ഇടവകയിലെ ഒരു കുടുംബമാണ്. കുട്ടപ്പൻ തേർമല എന്ന് അറിയപ്പെടുന്ന സേവ്യർ മുകളേക്കാലായിൽ കുടുംബം. ദൈവം അവർക്ക് 13 മക്കളെ നൽകി. അച്ചാമ്മയ്ക്കും സേവ്യർ ചേട്ടനും ആ 13 മക്കളെയും ആരംഭ കാലഘട്ടങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ മലബാറിൽ കുടിയേറി വന്നതിന് ശേഷം 1947 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ നിന്ന് കുടിയേറിയ ആ കുടുംബം ഒത്തിരി കഷ്ടപ്പെട്ടാണ്. ഇന്നുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ കഷ്ടപ്പാടിലൂടെ ഒപ്പം ദൈവത്തോട് ചേർന്ന ജീവിതം നയിച്ച നല്ല ഒരു കുടുംബം. മക്കൾ തമ്മിൽ കൂട്ടായ്മയും സ്നേഹമുള്ള കുടുംബം. ദൈവം നൽകിയ മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തിയതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം, ഒരു മകൻ ഓസ്ട്രേലിയയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്നു. ഒരു മകൾ സിസ്റ്റർ സീന ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിലെ അംഗമായി ശുശ്രൂഷ ചെയ്യുന്നു. ഈ കുട്ടപ്പൻ ചേട്ടൻ്റെ ഒരു പ്രത്യേകത, ധാരാളം കവിതകൾ എഴുതും. ഈ 81-ാം വയസ്സിലാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതി ജയിച്ചത്. പക്ഷേ നല്ല കവിതകൾ, ക്രിസ്തീയ സന്ദേശം ഉൾക്കൊള്ളുന്ന, സാമൂഹിക സന്ദേശം ഉൾക്കൊള്ളുന്ന നല്ല കവിതകൾ എഴുതി പ്രസിദ്ധീകരിക്കുന്ന കുട്ടപ്പൻ ചേട്ടൻ ഈ തലശ്ശേരി രൂപതയിൽ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് മുകളേക്കാലായിൽ സേവ്യർ ഏലിയാമ്മ ദമ്പതികളുടെ ഭവനം. കണ്ണൂർ ജില്ലയിലെ ഉളിക്കലിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെയിന്റ് മേരീസ് ചർച്ച് തേർമലയാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് സേവ്യർ ഏലിയാമ്മ ദമ്പതികൾ. പ്രാർത്ഥന നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തിൻ്റെ അവിഭാജ്യ ഘടകമായി, ഈ കുടുംബത്തിൻ്റെ ആത്മീയ നേതാവായി ഇടയനായിരിക്കുന്ന ബിബിൻ കുര്യൻ താഴപ്പള്ളി അച്ഛൻ ഈ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കേൾക്കാം. സേവ്യറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഇടവകയുടെ ആരംഭം മുതൽ 69 ഈ ഇടവക ആരംഭിക്കുമ്പോൾ മുതൽ ഇടവകയെ എല്ലാ കാര്യങ്ങളും സഹകരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇവിടെ വേദപാഠത്തിനും മതബോധനത്തിനൊക്കെ ആയിട്ട് ആദ്യമേ തൊട്ട് വേദപാഠ അധ്യാപകനായിരുന്നു, പ്രധാന അധ്യാപകനായിരുന്നു ഒക്കെ. ഈ നാട്ടിലെ കുഞ്ഞുങ്ങളെയൊക്കെ പരിശീലിപ്പിക്കുന്നതിനും വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നതിനും ഒത്തിരിയേറെ കഷ്ടപ്പെട്ടതും ഒത്തിരിയേറെ അധ്വാനിച്ചതുമായ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും ഇന്ന് ഈ നാളുകളിൽ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ, ഈ ഇടവകയിലായിരിക്കുമ്പോൾ
എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വളരെ ദൂരെയാണെങ്കിലും കുന്നിൻ്റെ മുകളിലാണെങ്കിലും എല്ലാ ദിവസവും തന്നെ കഴിയുന്നത് പോലെ സേവ്രിയേട്ടൻ എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ വരും. അതുപോലെ കൊച്ചുമക്കളെല്ലാം കൂട്ടി പള്ളിയിൽ വരാനായിട്ട് ശ്രദ്ധാലുവുമാണ്. എല്ലാ കാര്യങ്ങളിലും ഇടവകയുടെ ഓരോ കാര്യത്തിലും കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാത്തിലും സഹകരിക്കുന്ന ഒരു കുടുംബവുമാണ്. മക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരാൾ പഠിപ്പിക്കാനും വേദോടെ പഠിപ്പിക്കാനും അതുപോലെ എല്ലാ കാര്യത്തിനും സഹകരിക്കുന്ന ആളാണ്. ഈ 13 മക്കളിൽ ഒരാൾ സിസ്റ്ററും അതുപോലെ തന്നെ ഒരാൾ വൈദികനുമാണ്. ഈ കുടുംബത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ നല്ല കാര്യങ്ങളും ഒത്തിരിയേറെ ഗുണങ്ങളും ദൈവകൃപ നിറഞ്ഞതുമായ ഒരു കുടുംബമാണ്. ഇടവകയുടെ ഉന്നമനത്തിന് വേണ്ടി ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടുള്ള ഇവരെ ദൈവം ഓരോ നിമിഷവും അനുഗ്രഹിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോയോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തിയാണ്. സേവ്യർ സാറ് ഒത്തിരിയേറെ കവിതകൾ എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഓരോ നിമിഷങ്ങളിലും ഒത്തിരിയേറെ കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾ. എല്ലാ ദിവസങ്ങളും ദൈവവചനത്തെപ്പറ്റിയും വിശുദ്ധരെക്കുറിച്ചും അതുപോലെ തന്നെ സാമൂഹികമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ കവിതകളൊക്കെ എഴുതി ആയിരിക്കുന്ന ആളാണ്. ഇടവവികാരി എന്ന നിലയിൽ ഈ കുടുംബം നൽകുന്ന, ഈ ഇടവയ്ക്ക് നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദിയും അതുപോലെ തന്നെ ദൈവം ഈ കുടുംബത്തെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഞാൻ എഴുതിയ കവിതകളിൽ ഏതാനും കവിതകളുടെ ഒരു പുസ്തക പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. ഈ അവസരത്തിൽ എനിക്ക് ഇതിന് പ്രചോദനം നൽകിയ അവരെയും സാദരം ഞാൻ ഓർക്കുന്നു. ഇതിനെ അവതാരിക എഴുതിയത് നല്ലൂർ നാരായണൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ്. അദ്ദേഹം സിനിമാ ഗാന രചയിതാവും കവിയും അതോടൊപ്പം തന്നെ നല്ല ഒരു സംഘാടകനും വാഗ്മിയുമാണ്. പിന്നെ ആദരവോടെ ഓർക്കുന്നത് ആശംസ എഴുതിയവരിൽ പ്രധാനി അഭിയുന്ന തലശ്ശേരി മെത്രാപ്പോലീത്ത പാമ്പ്ളാനി പിതാവാണ്. അതുപോലെ തന്നെ ഡോക്ടർ സുരേന്ദ്രനാഥ് സാറ്, അദ്ദേഹം INPAയുടെ പ്രസിഡൻ്റാണ്, ഇന്ത്യൻ നഴ്സസ് പാരൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ബിബിനച്ഛനുമാണ് ഒരു ആശംസ എഴുതിയത്. അങ്ങനെ പുസ്തകം കർമ്മം നിർവഹിച്ചു. പുസ്തകം പ്രകാശനം നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, എന്നെ ഇതിൽ പ്രേരിപ്പിച്ച എൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള മക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രകാശന കർമ്മം നടക്കുകയാണ്. ഇതിൻ്റെ ഒരു കോപ്പി നമ്മുടെ വികാരിയച്ഛൻ, പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട രാമകൃഷ്ണൻ കോയാടൻ അവർക്ക് നൽകിക്കൊണ്ട് ഇതിൻ്റെ പ്രകാശന കർമ്മം നടക്കുകയാണ്. സേവ്യർ സാറിൻ്റെ ഒത്തിരിയേറെ കവിതകളിൽ നിന്ന് ഏതാനും 31 കവിതകളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. സാറിൻ്റെ ഒത്തിരിയേറെ കവിതകൾ സാറ് രചിക്കാറുണ്ട്, ഒത്തിരിയേറെ എല്ലാവരും കേൾക്കാറുമുണ്ട്. ഈ ഉദ്യമം വളരെ മനോഹരമാക്കി തീർത്ത സേവ്യർ സാറിന് എല്ലാവിധ ആശംസകളും നേർന്നു. പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും. കൂടുതൽ പേര് വായിക്കാൻ ഇടയാകട്ടെ, കവിതകൾ കേൾക്കാൻ ഇടയാകട്ടെ. ഇനിയും സാറ് കവിതകൾ ഇനിയും കൂടുതൽ രചിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. സാറ് എപ്പോഴും കവിതകൾ എഴുതി അയച്ചു തരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ വളരെയേറെ അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും ആദ്യം തന്നെ കേൾക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അതിലെല്ലാം ഇതിനകത്തില്ല, തിരഞ്ഞെടുക്കപ്പെട്ട കവിതകളാണ് ഈ പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയത് എന്നുള്ളതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് കുട്ടപ്പൻചേട്ടനോട് പ്രത്യേകമായിട്ടൊരു കാര്യം നന്ദിയുള്ളത്, ഈ വർഷം അദ്ദേഹത്തിൻ്റെ 82ാമത്തെ വയസ്സിൽ SLC തുല്യതാ പരീക്ഷ പാസ്സായി. അതിലുമുള്ള സന്തോഷവും കൂടി ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. അതിന് കൊണ്ടുപോയി ചേർത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു മെമ്പർ എന്നുള്ള നിലയിൽ അതിന് എന്നോട് നല്ല രീതിയിൽ സഹകരിച്ച കുട്ടപ്പൻചേട്ടന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ പുസ്തകം കൂടുതൽ ആളുകൾ വായിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ദമ്പതികൾ മക്കൾക്ക് എല്ലാമാണ്. അതവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. എൻ്റെ പേര് ജോയി എന്നാണ്. ഞാൻ ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത മകനാണ്. ഈ കുടുംബത്തിൽ ജനിച്ചതിൽ വളരെ സന്തോഷം, ദൈവത്തിന് നന്ദി. ഇത് എൻ്റെ ഭാര്യ ബിജി. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 29 വർഷമായി. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്, 2 പെൺകുട്ടികൾ.
ഒരാളുടെ മൂത്തവളുടെ കല്യാണം കഴിഞ്ഞു, അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. രണ്ടാമത്തവൾ ഇപ്പം ബാംഗ്ലൂർ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസവും അത് മുടങ്ങാതെ ഞങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി ഞങ്ങളത് ചെയ്യുന്നത് ഇവിടുന്ന് കിട്ടിയ ഒരു പ്രചോദനമാണ്. ഇവിടുന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഉള്ള സന്ധ്യാപ്രാർത്ഥന, അതുപോലെ തന്നെ പരസ്പരം ബഹുമാനിക്കാനുള്ള ഒരു ത്വര ഞങ്ങൾക്ക് ലഭ്യമായത് ഈ കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ എല്ലാവരും സഹജീവികളോടുള്ള പ്രവർത്തനങ്ങളിലും പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഞങ്ങൾ പഠിച്ചത് ഇവിടെ നിന്നാണ്. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ വളരെയേറെ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾ ഇവിടുന്ന് വേറെ മാറിയെങ്കിലും ഞങ്ങൾ ഈ എല്ലാ പരിപാടിയിലും ഇവിടെ ഒന്നിച്ചാണ് ഞങ്ങൾ സഹകരിക്കുന്നത്. എൻ്റെ പേര് ബിജി. ഞാൻ ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 29 വർഷമായി. വളരെയേറെ ആശങ്കകളോടെയായിരുന്നു ഈ കുടുംബത്തിലേക്ക് ഞാൻ മരുമകളായിട്ട് കാലെടുത്ത് വെച്ചത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചാച്ചായുടെയും അമ്മച്ചിയുടെയും അതുപോലെ തന്നെ മറ്റ് സഹോദരങ്ങളുടെയും എല്ലാം സ്നേഹവും അവരുടെ എല്ലാം പരിഗണനയും എനിക്ക് നന്നായിട്ട് ലഭിച്ചു. വേറൊരു കുടുംബത്തിൽ നിന്നും വന്നതാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കും ഒരിക്കലും അനുഭവപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ അവരുടെ പരസ്പരമുള്ള സ്നേഹവും, ചാച്ചായുടെയും അമ്മച്ചിയുടെയും പരസ്പരമുള്ള സ്നേഹവും അവരുടെ ഐക്യവും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹുമാനവും എല്ലാം ഞങ്ങൾ ചാച്ചായിൽ നിന്നും അമ്മച്ചിയിൽ നിന്നുമാണ് കണ്ടുപഠിച്ചത്. കഠിനാധ്വാനവും പ്രാർത്ഥനാശീലവും കുടുംബ പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ എന്നും പ്രാർത്ഥന ചെല്ലണമെന്നുള്ള ചാച്ചായുടെ അമ്മച്ചിയുടെയൊക്കെ ആ ഉപദേശവും, അതുപോലെ തന്നെ മുടങ്ങാതെ സ്തുതി ചെല്ലണം എന്നുള്ള ആ നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളുടെ മക്കൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ മക്കൾക്കും ചാച്ചായിൽ നിന്നും അമ്മച്ചിയിൽ നിന്നും വളരെയേറെ പ്രചോദനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ പേര് തങ്കച്ചൻ. ഞാൻ ഈ കുടുംബത്തിലെ 2ാമത്തെ മകനാണ്. ഇത് എൻ്റെ ഭാര്യ ലിസി. ഈ ഇടവക തന്നെയാണ്. പിന്നെ എനിക്ക് മക്കൾ 3. മൂത്ത മകളെ കല്യാണം കഴിച്ചു, അവൾക്ക് 2 കുട്ടികളായി. 2ാമത്തെ അവൾ വിവാഹം കഴിഞ്ഞു. മൂത്ത മകളിപ്പോൾ നിലവിലുള്ള ഡൽഹിയിലാണ്, അവളുടെ ഭർത്താവിൻ്റെ കൂടെ അവിടെയാണ് താമസിക്കുന്നത്. 2ാമത്തെ മകൾ UK-യിലാണ്, അവളവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അവളുടെ ഭർത്താവ് അവിടെ തന്നെയാണുള്ളത്. പിന്നെയുള്ളത് മകൻ വിളയത്, അവൻ ഓട്ടോമൊബൈൽസ് കഴിഞ്ഞങ്ങനെ നിൽക്കുന്നു. എൻ്റെ പേര് ലിസി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 31 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. ഈ നല്ലൊരു കുടുംബത്തിലേക്ക് ഒരു മരുമകളായി വരാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷവും അഭിമാനവും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചാച്ചായുടെയും അമ്മച്ചിയുടെയും ഒത്തിരി സ്നേഹവും വാത്സല്യവും ഒക്കെ നല്ലതുപോലെ ലഭിച്ചു വളർന്നവരാണ്. ഞങ്ങൾക്ക് 2 പേരക്കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ചാച്ചായുടെയും അമ്മച്ചിയുടെയും ഒത്തിരി സ്നേഹവും വാത്സല്യവും ലഭിച്ചിട്ടുണ്ട്. കൊച്ചുമക്കൾക്കും ചാച്ചായിനെയും അമ്മച്ചീനെയും വലിയ കാര്യമാണ്. എൻ്റെ പേര് മേരി. ഞാൻ ഈ വീട്ടിലെ മക്കളിൽ 3ാമത്തവളാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 90-ലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. ഭർത്താവിൻ്റെ വീട് പേരട്ട എന്ന സ്ഥലത്താണ്. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. 2 മക്കളുടെ വിവാഹം കഴിഞ്ഞു. ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഭർത്താവിന് ഇന്ന് സുഖമില്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അവരുടെ ഒരു മകളായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത്രയും നന്മ നിറഞ്ഞവരാണ് അവർ 2 പേരും. ഞങ്ങളുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ദിവസം പോലും സന്ധ്യാപ്രാർത്ഥന മുടക്കിയതായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മയില്ല. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ശേഷമേ ഞങ്ങൾ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ദൈവവിശ്വാസത്തിലും പരസ്നേഹത്തിലുമാണ് അവർ ഞങ്ങളെ വളർത്തിയത്. ചാച്ചായെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒത്തിരി കഴിവും കൂടുതൽ നല്ല പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്ന് ഉള്ള ഒരു ചിന്തയുണ്ട് ഒരാളാണ്. കവിതകൾ ധാരാളം എഴുതും. ഞങ്ങളെപ്പോഴും കളിയാക്കി വിളിക്കുന്നത് നിമിഷ കവി എന്നാണ്. പിന്നെ അവരുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായി ഉള്ളത്. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവരെല്ലാം ദൈവത്തിന് സമർപ്പിച്ചതിന് ശേഷമേ പള്ളിയിൽ പോകാറുള്ളൂ. അങ്ങനെ ഒരു വലിയ ഒരു അനുഗ്രഹം ഞങ്ങൾക്കുണ്ട്. എൻ്റെ അമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ക്ഷമ എന്നൊരു വാക്കുണ്ടെങ്കിൽ അതെൻ്റെ അമ്മയാണ്. ക്ഷമിക്കാനും സഹിക്കാനും ഒത്തിരി കഴിവുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മച്ചി. അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യവും ഞങ്ങളുടെ പ്രാർത്ഥനയും. എൻ്റെ പേര് ബിജു. ഞാൻ മക്കളിലെ 7ാമത്തെ മകനാണ്.
ചാച്ചൻ്റെ അമ്മേനെയും കൂടെ ഞാനാണ് വീട്ടിലുള്ളത്. ഇതാണ് എൻ്റെ കുടുംബം. ഇതെൻ്റെ ഭാര്യ ബിന്ദു, മോള് മിൽന, അവൾ +2 പഠിക്കുന്നു. മോൻ ലിയോൺ, അവൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് പകർന്നു ലഭിച്ചിട്ടുണ്ട്. ചെറുതായിരിക്കുമ്പോൾ തന്നെ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സഹകരണത്തിലും അതിലുപരി പരസ്പരം എല്ലാം ഷെയർ ചെയ്ത് ജീവിക്കുന്നതിൽ ഞങ്ങൾക്ക് നല്ല പാഠം പറഞ്ഞു തന്നത് മാതാപിതാക്കളാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനാനുഭവം ഞങ്ങൾക്ക് ചെറുപ്പത്തിലേ തന്നെ പകർന്നു കിട്ടിയത് ഞങ്ങളുടെ ചാച്ചനും അമ്മയിൽ നിന്നുമാണ്. ഏത് പുതിയ കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥനയിലൂടെ തുടങ്ങണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു യാത്ര പോകുമ്പോഴായിക്കോട്ടെ, ഒരു പുതിയ ജോലി പ്രവേശിക്കുമ്പോഴോ, അല്ലെങ്കിൽ മക്കളെ പുതിയ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോഴോ, എല്ലാ അവസരത്തിലും ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് പോകാൻ ഞങ്ങളെ പഠിപ്പിച്ചത് മാതാപിതാക്കളാണ്. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടുകൂടി ദൈവാനുഗ്രഹത്തിൽ ഇവിടെ ജീവിക്കുന്നു. ചാച്ചയുടെയും അമ്മച്ചിയുടെയും ജീവിതം ഞങ്ങൾക്കെന്നൊരു പ്രചോദനമാണ്. ഏതൊരു വിശേഷ ദിവസം വന്നാലും, പ്രത്യേകിച്ച് ഒരു ബർത്ത്ഡേ, അതുപോലെ തന്നെ വിവാഹവാർഷികമൊക്കെ വന്നാൽ അമ്മച്ചിയും ചാച്ചയും പരസ്പരം സന്തോഷം പങ്കിടുന്നതും ചാച്ചയെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരു പ്രചോദനമായി തീരാറുണ്ട്. എൻ്റെ പേര് സിസ്റ്റർ സീന സേവ്യർ. ഞാൻ FCC സഭാംഗമാണ്. ഞാൻ ഈ വീട്ടിലെ 13ാമത്തെ, അതായത് ഏറ്റവും ഇളയ മകളാണ്. അതിൻ്റെ ഒരു സന്തോഷവും സ്നേഹവും എനിക്ക് എപ്പോഴും ഈ ഭവനത്തിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സഭയിൽ ഇപ്പോൾ 2010 എൻ്റെ വെസ്റ്റിഷൻ കഴിഞ്ഞത്. അതിനുശേഷം ഞാനിപ്പോൾ കരിക്കോട്ടക്കരി കോൺവെൻറ്റിലാണ്, അവിടെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ ഭവനത്തിലായിരിക്കുമ്പോൾ ഏറ്റവും ഇളയത് എന്ന ഒരു രീതിയിൽ തന്നെ എനിക്ക് എൻ്റെ ചാച്ചയുടെയും അമ്മച്ചിയുടെയും സഹോദരങ്ങളുടെ മുഴുവൻ സ്നേഹവും അനുഭവിച്ച് വളരുവാനായി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മ ഈ ഭവനത്തിൽ നിന്നും, ഈ കുടുംബത്തിൽ നിന്നും, ഈ കുടുംബ അന്തരീക്ഷത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ചാച്ചയും അമ്മച്ചയും കുറിച്ച് പറയുമ്പോൾ തന്നെ ചാച്ചയുടെ ഒരു പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഞങ്ങളുടെ വീട് പണിയുന്ന സമയത്ത്, നമ്മുടെ വീടിൻ്റെ പണി മുൻപോട്ട് പോകാൻ സാധിക്കാത്തൊരു സമയങ്ങളിൽ വന്ന സമയത്ത് ചാച്ച ഓരോ മുറിയിലും പോയി പ്രാർത്ഥിച്ച് അതിനുശേഷമാണ് ഈ വീട് കെട്ടിപ്പൊക്കിയത്. അങ്ങനെ ഞങ്ങളുടെ ഈ വീട് അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ പ്രാർത്ഥനാരൂപിയിലാണ് ഞങ്ങളുടെ കുടുംബം വളർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ അമ്മയാണെങ്കിൽ ഞങ്ങളെ അവധി ദിവസങ്ങളിലെല്ലാം എഴുന്നേൽപ്പിച്ച് പള്ളിയിൽ വിടുവാനായി അമ്മ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. ഒരിക്കലും അതിനൊരു മുടക്കം സംഭവിച്ചിട്ടില്ല. അതുപോലെ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഈ വീടിൻ്റെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ വീട്ടിലേക്ക് എപ്പോഴും ഓടി വരുവാനായി ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ആ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെയാണ്. അത് എല്ലാ വീടുകളിലും അങ്ങനെയാണ്. പക്ഷെ ഞങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് അതൊരു വലിയൊരു പ്രചോദനമാണ്. ഞങ്ങൾ മക്കളെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നു. അതിൻ്റെ ഒരു സന്തോഷവും സ്നേഹവും ഇപ്പോൾ എനിക്കൊരു പ്രാർത്ഥനാ ജീവിതം, അല്ലെങ്കിൽ ഉള്ളിൽ എല്ലാം ദൈവത്തിൽ നിന്ന് എന്നുള്ള ഒരു മനോഭാവം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതാണ് എന്നുള്ളതാണ്. എൻ്റെ പേര് പ്രീതി. ഞാൻ ഭർത്താവിനോടും 2 കുട്ടികളോടുമൊപ്പം ഡൽഹിയിൽ സെറ്റിൽഡാണ്. ഹസ്ബൻഡ് ബിസിനസ് ചെയ്യുന്നു. ഞാനൊരു MNCയിൽ വർക്ക് ചെയ്യുന്നു. മക്കൾ 2 പേരും പഠിക്കുന്നു. വീടിനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിലോട്ട് ഏറ്റവും ആദ്യം ഓടി വരുന്നത് കളിയും ചിരിയും ബഹളവും ചേർന്ന അന്തരീക്ഷമാണ്. ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് ഞങ്ങളുടെ മാതാപിതാക്കളാണ്. വൈകുന്നേരം 6:45 കുരിശുവര നിർബന്ധമായിരുന്നു. പ്രത്യാശയിൽ ജീവിക്കുവാനും ഞങ്ങൾ ഓരോ മക്കളുടെയും ടാലൻറ്റിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി അതിനെ മോട്ടിവേറ്റ് ചെയ്യുവാനും ചാച്ചയെ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല അധ്യാപകൻ, പ്രാസംഗികൻ, ഉപദേശകൻ, ഒരു നല്ല നേതാവ്, പ്രകൃതിയെ സ്നേഹിക്കുകയും അതിന് ദോഷം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ മടി കാണിക്കുകയും ചെയ്യാത്തയാൾ, ഒരു സൂപ്പർ കവിയുമാണ് എൻ്റെ ചാച്ചായി. കവിതകളിലെ വരികൾ വായിക്കുമ്പോൾ തന്നെ അറിയാം ഭാഷാ പാണ്ഡിത്യം അതിശയിപ്പിക്കുന്നത് തന്നെയാണെന്ന്. സഹനശക്തിയുടെയും ആത്മധൈര്യത്തിൻ്റെയും പര്യായമാണ് എൻ്റെ അമ്മച്ചി. വെക്കേഷന് ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി സ്നേഹത്തോടെ വിളമ്പിത്തരുന്ന അമ്മച്ചി. ഒരേ വിശേഷം തന്നെ ഞങ്ങൾ മക്കളോട് ആവർത്തിച്ചു പറയാൻ ഒരു മടുപ്പുമില്ലാത്ത അമ്മച്ചി. അതിൽ നിന്ന് തന്നെ എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ആളാണ് അമ്മച്ചി എന്ന് മനസ്സിലാക്കാം. ശിക്ഷയല്ല, ശിക്ഷണം തന്ന് ഇപ്പോഴും താങ്ങും തണലുമായി ധൈര്യം പകരുന്ന അമ്മച്ചി. മാതാപിതാക്കൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യവും ശക്തിയും.
നിറമിഴിയോടിന്നും കാത്തിരിക്കുന്നു ഞാൻ. എന്നമ്മേ നിന്നെ ഞാൻ കണ്ടതായി കേട്ടതായി എന്നോർമ്മയിലെല്ലോളമില്ല സത്യം. ആ മാതൃചുംബനമേറ്റിട്ടൻ മൃദുമേനി കോരിത്തരിച്ചതും ഓർമ്മയില്ല. എന്നമ്മേ നിന്നെ ഞാൻ കണ്ടതായി കേട്ടതായി എന്നോർമ്മയിൽ എല്ലോളമില്ല സത്യം. ആ മാതൃചുംബനമേറ്റിട്ടൻ മൃദുമേനി കോരിത്തരിച്ചതും ഓർമ്മയില്ല. മലയാള ഭാഷയെ ഇത്രയേറെ സ്നേഹിച്ച് തന്റേതായ വരികളിലൂടെ കവിതകൾ രചിച്ച ഒരു വ്യക്തി കൂടിയാണ് സേവ്യർ മാഷ്. ഈ കവിതകളെല്ലാം ഒരു പുസ്തകമാക്കി ഭാവി തലമുറയെ അദ്ദേഹത്തിന്റെ കവിതകൾ പരിചയപ്പെടുത്തുകയും അതിലൂടെ മറ്റുള്ളവർക്ക് കവിതകൾ രചിക്കാൻ പ്രചോദനമാവുകയും ചെയ്യുകയാണ് ഈ അപ്പച്ചൻ. ആർ തലച്ചോടി അണഞ്ഞു നീ അന്നെന്നെ കോരിയെടുത്തുമ്മ വെച്ചു കേണുവോ. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ സന്തുഷ്ടരാകുന്നത്. എൻ്റെ പേര് ഇവാനിയ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ആദ്യ കുർബാന ഈ വർഷമാണ് നടന്നത്. എനിക്ക് ആദരവാൻ സ്വീകരിക്കാനായി ഈശോയെക്കുറിച്ച് അനേകം കാര്യങ്ങൾ പറഞ്ഞു തന്നത് ചാച്ചായും അമ്മച്ചിയുമാണ്. ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ബൈബിളിലെ കഥകളുമെല്ലാം ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ പേര് ഒലീവിയ. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചാച്ചായും അമ്മച്ചി ഞങ്ങൾക്ക് ബർത്ത്ഡേക്ക് ഓരോ ചെറുതായി കാശുകളൊക്കെ സംഭാവന തരാറുണ്ടായിരുന്നു. എൻ്റെ പേര് മിൽന. ഞാൻ +2 പഠിക്കുന്നു. ഞങ്ങളാണ് ഇവിടെ തറവാട്ടിൽ നിൽക്കുന്നത്, ചാച്ചയുടെ അമ്മച്ചിയുടെയും കൂടെ. വളരെ സന്തോഷമാണ്. കുടുംബ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ്. പിന്നെ വിശുദ്ധരുടെ ഓരോ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അവരെ പറ്റിയുള്ള കഥകളൊക്കെ പറഞ്ഞു തരുകയും അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രചോദനമാക്കാനൊക്കെ ആ അനുഭവങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം കുടുംബം ഒരു മനോഹര ഗാനം. ഈ കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ്. ഇതാണ് മുഗളേക്കാലയിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൽകുന്ന മാതൃക. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. ഇന്നത്തെ തലമുറ മനഃപൂർവം അല്ലെങ്കിൽ പോലും പലപ്പോഴും അവഗണിക്കുന്ന ഒരു സമൂഹമാണ് മാതാപിതാക്കൾ. പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ അവരോടുള്ള മക്കളുടെ സമീപനം എന്തായിരിക്കണം എന്ന ഒരു നല്ല സന്ദേശം മാനന്തവാടി രൂപതയുടെ മെത്രാൻ അഭിവന്യ ജോസ് പൊരുന്നേടം പിതാവ് നൽകുന്നത് നമുക്ക് കേൾക്കാം. വിശുദ്ധ വചനത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണിത്. നമ്മളാരും മനുഷ്യർ പറഞ്ഞുണ്ടാക്കിയൊരു കാര്യമല്ല. എന്തുകൊണ്ട് നമ്മൾ മാതാപിതാക്കന്മാരെ
ബഹുമാനിക്കണം, അവരെ സംരക്ഷിക്കണം. പിന്നീട് കർത്താവ് തുടർന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അമ്മയുടെ ശാപം നിന്റെ ഭവനത്തിൻ്റെ അടിത്തറ ഇളക്കും. അമ്മയെ ദുഃഖിപ്പിക്കുന്നവന് വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചാണ് പറയുന്നത്. പിതാവിനെക്കുറിച്ച്, പിതാവിനെ വേദനിപ്പിക്കാതെ നോക്കണം. നിന്നേക്കായാലും അവന് അറിവ് കുറവായിരിക്കാം, പക്ഷെ നീ അവനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവൻ്റെ മരണം വരെ നീ അവനെ സംരക്ഷിക്കണമെന്ന് ഇതേ അധ്യായത്തിൽ കർത്താവ് പറയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കേവലം ഒരു മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ മാത്രമല്ല നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമ്മൾ ആ കൽപ്പനയനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നല്ല നിലയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. നീ ഈ ഭൂമിയിൽ ദീർഘകാലത്തോളം ജീവിക്കാൻ വേണ്ടിയിട്ട് നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. 10 കൽപ്പനകളിൽ ഒന്നാണിത്. ഈ വചനം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, മക്കളും കൊച്ചുമക്കളും അടക്കം 43 പേരടങ്ങുന്ന ഒരു നല്ല അനുഗ്രഹീത കുടുംബത്തിൻ്റെ നായകരാണ് ഈ കുട്ടപ്പച്ചേട്ടനും അച്ചാമ്മ അമ്മയും. അവർ വിവാഹിതരായിട്ട് 61 വർഷം പൂർത്തിയായി. ദൈവം നൽകിയ മക്കളെ ദൈവത്തിനു വേണ്ടി തന്നെ വളർത്തി സ്വന്തം ജീവിതം മാതൃകയായി കാണിച്ചു കൊടുത്ത ഒരു അർപ്പണബോധത്തോടെയുള്ള ജീവിതം. 1947 മലബാറിലേക്ക് കുടിയേറിയ കുടുംബം ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ദൈവം നൽകിയ 13 മക്കളെയും വളർത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ കൊച്ചുമക്കളുടെ ജീവിതത്തിലും ഇവർ വലിയ മാതൃകയായി, പ്രചോദനമായി, റോൾ മോഡലായി നിൽക്കുന്ന അനുഭവം. സഹോദരങ്ങൾ തമ്മിലും സ്നേഹവും യോജിപ്പുമുള്ള കുടുംബം. ഇന്ന് ഏറ്റവും കൂടുതൽ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കുടുംബം. ഈ കുടുംബം ഒരു അനുഗ്രഹീത കുടുംബമായി ഈ ഇടവകയിൽ പ്രശോഭിക്കുകയാണ്. മക്കൾക്കും ഇടവക സമൂഹത്തിനും വിശ്വാസത്തിൻ്റെ വെളിച്ചം പകർന്ന് 43 വർഷത്തോളം വിശ്വാസ പരിശീലനത്തിൽ അധ്യാപകനായി ശുശ്രൂഷ ചെയ്ത ഈ കുട്ടപ്പൻചേട്ടനും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഗുഡ്നെസ് ടിവിയുടെ ഒരു സ്നേഹസമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.